സ്വർണത്തിൽ 50,000 രൂപ വെച്ച് ഇറക്കിയിരുന്നെങ്കിൽ ഇന്ന് 1.35 കോടി പോക്കറ്റില്. പക്ഷേ വലുത് വേറെയുമുണ്ട്. നിക്ഷേപകർ തങ്ങളുടെ മൂലധനം വർദ്ധിപ്പിക്കുന്നതിനും വൈവിധ്യവൽക്കരണ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമായി വിവിധ ആസ്തി വിഭാഗങ്ങളിൽ നിക്ഷേപിക്കുന്നു. 1996 മുതൽ ഓരോ വർഷവും 50,000 രൂപ വീതം സ്ഥിരമായി നിക്ഷേപിച്ച ഒരു ദീർഘകാല നിക്ഷേപകന്റെ വരുമാന സാധ്യതകൾ വിശകലനം ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഇവിടെ പരിശോധിക്കുന്നു. ഗവൺമെന്റ് പിന്തുണയുള്ള പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, PPF, ഫിക്സഡ് ഡെപ്പോസിറ്റ്, FD, സ്വർണം, വെള്ളി, ഇക്വിറ്റി എന്നിവയാണ് ഈ വിശകലനത്തിൽ പരിഗണിക്കുന്ന നിക്ഷേപ മാർഗങ്ങൾ. ദീർഘകാല നേട്ടം സ്വപ്നം കാണുന്ന നിക്ഷേപകർ ഏതെങ്കിലും ഒരിടത്തു മാത്രം പണം ഇറക്കാതെ വൈവിധ്യവൽക്കരണത്തിൽ ശ്രദ്ധ കാണിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സ്ഥിരമായി അഭിപ്രായപ്പെടാറുള്ളത്. ഈ നിർദ്ദേശങ്ങളിൽ പറയുന്നതുപോലെ സ്വർണം, ഓഹരി വിപണി തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ നിക്ഷേപം നടത്തി നേട്ടം കൊയ്ത നിരവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം ശ്രദ്ധയില്ലാതെ നിക്ഷേപം നടത്തി അപകടങ്ങളിൽ ചെന്ന് ചാടിയവരും കുറവല്ല. 1996 മുതൽ ഓരോ വർഷവും 50,000 രൂപ വീതം സ്ഥിരമായി സർക്കാർ പിന്തുണയുള്ള പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, PPF, ഫിക്സഡ് ഡെപ്പോസിറ്റ്, FD, സ്വർണം, വെള്ളി, ഇക്വിറ്റി എന്നിവയിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഒരു ദീർഘകാല നിക്ഷേപകന്റെ വരുമാനത്തിൽ 30 വർഷത്തിന് ഇപ്പുറം എത്ര വർധനവ് ഉണ്ടാകുമായിരുന്നുവെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. PPF 1996 മുതൽ ഒരാൾ ഓരോ വർഷവും 50,000 രൂപ PPFിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ പലിശയോ മറ്റ് നേട്ടങ്ങളൊന്നും കൂട്ടാതെ 30 വർഷങ്ങൾക്ക് ഇപ്പുറം ആകെ നിക്ഷേപത്തുക 15 ലക്ഷമായിരിക്കും. എന്നാൽ പലിശയും മറ്റ് ആനുകൂല്യങ്ങളും കണക്കാക്കുകൾ ആകെ സമ്പാദ്യമൂല്യം 63.2 ലക്ഷം രൂപയായി വളർന്നിരിക്കുമെന്നാണ് കണക്കുകൾ നിരത്തി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് 8.2% വാർഷിക സംയുക്ത വളർച്ചാ നിരക്കിന് CAGR തുല്യമാണ്. ഇതുവഴി നിക്ഷേപമൂല്യം 4.2 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ഫിക്സഡ് ഡെപ്പോസിറ്റ്, FD 30 വർഷത്തിനിടെ 15 ലക്ഷം രൂപ FDയിലായിരുന്നു നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള മൂല്യം ഏകദേശം 54.4 ലക്ഷം രൂപയായിട്ടായിരിക്കും. നിങ്ങൾ വാങ്ങുന്ന സ്വർണം അതായത് വളർച്ചാ നിരക്ക് 7.4%വും നിക്ഷേപമൂല്യം 3.6 മടങ്ങായും ഉയരും. സ്വർണം. ഇനി ഏറ്റവും ജനപ്രിയ നിക്ഷേപങ്ങളിലൊന്നായ സ്വർണത്തിലായിരുന്നു നിങ്ങൾ 50,000 രൂപ വെച്ച് സ്ഥിരമായി നിക്ഷേപിച്ചിരുന്നെങ്കിൽ 30 വർഷത്തിന് ഇപ്പുറം നിങ്ങളുടെ വരുമാനം 1.357 കോടി രൂപ, 135.7 ലക്ഷം രൂപയായേനെ. ഈ സാഹചര്യത്തിൽ സംയുക്ത വളർച്ചാ നിരക്ക് 12% അതോടൊപ്പം തന്നെ നിക്ഷേപമൂല്യം 9 മടങ്ങായും ഉയരും. വെള്ളി. സ്വർണത്തിനും FDക്കുമെല്ലാം പകരം വെള്ളിയിലാണ് നിങ്ങൾ സമാനമായ നിക്ഷേപം നടത്തുന്നതെങ്കിൽ 30 വർഷത്തിനുശേഷം നിങ്ങളുടെ നിക്ഷേപം 93.2 ലക്ഷം രൂപയായി വളർന്നിട്ടുണ്ടാകും. നിക്ഷേപമൂല്യം 6.2 മടങ്ങായി വർദ്ധിക്കുമ്പോൾ സംയുക്ത വളർച്ചാ നിരക്ക് 6.2 മടങ്ങായും മാറും. സ്വർണത്തിൽ നിക്ഷേപിച്ചവർ സമീപകാലത്ത് വലിയ നേട്ടമുണ്ടാക്കിയെങ്കിലും നിഫ്റ്റിയിൽ 1996 മുതൽ ഓരോ വർഷവും 50,000 രൂപ നിക്ഷേപിച്ച ഒരു നിക്ഷേപകന്റെ മൂലധനം ഇപ്പോൾ 2.33 കോടി രൂപയായി മാറിയേനെ. ഇവിടെ സംയുക്ത വളർച്ചാ നിരക്ക് 14.7%. നിക്ഷേപമൂല്യം 15.5 മടങ്ങ് എന്ന വലിയ തോതിലുള്ള വർധനവും ഏർപ്പെടുത്തി. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വിവിധ ആസ്തി വിഭാഗങ്ങളിൽ സ്ഥിരമായ നിക്ഷേപം നടത്തിയതിൽ ഇക്വിറ്റിയിൽ പണം ഇറക്കിയവർക്ക് നിഫ്റ്റി ഏറ്റവും ഉയർന്ന വരുമാനം ലഭിച്ചുവെന്നാണ് വ്യക്തമാകുന്നത്. തൊട്ടുപിന്നാലെ സ്വർണവും വെള്ളിയുമാണുള്ളത്. പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങളായ PPFും FDയും ഇവയെ അപേക്ഷിച്ച് കൂടുതൽ സുരക്ഷിതമാണെങ്കിലും താരതമ്യേന കുറഞ്ഞ വരുമാനമാണ് നൽകിയത്.